ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറെ കാത്തിരുന്ന, എന്തുകൊണ്ടോ അറിയില്ല, പ്രാർത്ഥന കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ കൂടിയതുകൊണ്ടോ അറിയില്ല, ഇന്നും കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് പതിവിലും കൂടുതൽ ആൾക്കാർ കോടതി വളപ്പിൽ തടിച്ചുകൂടിയിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥന വളരെ കുറവായിരുന്നു. സത്യം പറയാലോ, പ്രാർത്ഥന തീരെ കുറവായിരുന്നു. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ പറന്നു നടക്കുന്ന നമ്മുടെ ഹൈറിച്ച് ഒളീസിൻ്റെ ഏതോ ബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് ബുദ്ധിയിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് വായിക്കാം. അപ്ഡേഷൻ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിറയെ അറിഞ്ഞു. നെക്സ്റ്റ് കേസ് ഡേറ്റ് 17/12/2024 12/12 എന്ന് പറയുമ്പോൾ ബലാബലായിരുന്നു. രണ്ടും മാസവും ദിവസവും ബലാബലം. ഇതിപ്പം രണ്ട് കട്ടക്ക് നിന്ന ഡേറ്റ് ആയിരുന്നു 12/12. ഇപ്പോൾ 17/12. ഈ 17 എന്ന് പറയുന്നത് ആരാണെന്നാണ് നോക്കേണ്ടത്. ഒരുപക്ഷെ കേസ് കൊടുത്തവരായിരിക്കും. കേസ് കൊടുത്തത് കോമ്പറ്റന്റ് അതോറിറ്റിയാണ് അല്ലെ? ആദ്യം കേസ് കൊടുത്തവരും പിന്നെ നമ്മുടെ കേസിന് വാദിച്ചവരും. ഈ വെബ്സൈറ്റ് ഞങ്ങളുടേതല്ല, ഈ ബോണ്ടുകൾ ഞങ്ങളുടേതല്ല, ഈ സർക്കുലസ് ഞങ്ങളുടേതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ച ഒരു ടീം ഉണ്ടായിരുന്നു. എന്താണ്, എത്ര പെട്ടെന്നാണ് ഇവര് ഭൂലോക കള്ളന്മാരാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവര് വാങ്ങിയിരിക്കുന്നത് OTT ബോണ്ട് ഷെയർ എന്ന് പറഞ്ഞിട്ട് വാങ്ങി. ലാസ്റ്റ് ഇത് പത്രത്തിലും മറ്റ് അനിലക്കിരിയൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ അത് OTT ബോണ്ട് എന്നുള്ളത് മാറ്റി കൺസൈൻമെന്റ് അഡ്വാൻസ് എന്നാക്കി. OTT കൺസൈൻമെന്റ് അഡ്വാൻസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ OTTക്ക് കൺസൈൻമെന്റ് അഡ്വാൻസ്? വേറെ എന്തെങ്കിലും എന്താണ്, വിദേശത്ത് നിന്ന് ചൈനയിൽ നിന്ന് മൊബൈൽ ഇറക്കാനോ ലാപ്ടോപ്പ് ഇറക്കാനോ നമ്മൾ കൺസൈൻമെന്റ് അഡ്വാൻസ് കൊടുക്കും. അല്ലെങ്കിൽ ശ്രീനഗറിൽ നിന്ന് ഒരു ലോഡ് അരി, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് 2 ലോഡ് തക്കാളി ഒക്കെ അയക്കാൻ പോണെങ്കിൽ നമുക്ക് കൺസൈൻമെന്റ് അഡ്വാൻസ് പറയാം. പക്ഷേങ്കിൽ OTTക്ക് അതും എന്താണ്, ആ നടിയുടെ പേരെന്താണപ്പ, ആ നടിയുടെ എന്തെങ്കിലും വസ്ത്രങ്ങളായിരിക്കും ഇവര് കൺസൈൻമെന്റ് അഡ്വാൻസ് ആയിട്ട്. എന്തോ സുന്ദരി ഉണ്ടല്ലോ, പാൻ ഇന്ത്യൻ സുന്ദരിയിൽ അഭിനയിച്ച നടിയുടെ വസ്ത്രങ്ങളായിരിക്കും ഇവര് കൺസൈൻമെന്റ് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അല്ലെ? നടി ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൺസൈൻമെന്റ് അഡ്വാൻസിൽ തരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഉളുപ്പില്ലാത്ത ടീം. അതെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാകും. പിന്നെ ഈ മെസ്സേജ് വായിക്കുന്നില്ല. ജഡ്ജിക്ക് അത് നെഗറ്റീവായിട്ട് അത് ജഡ്ജിനെ മാറ്റണം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇനി ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയിൽ പോകണമെന്ന് പറയും. ഇവർക്ക് പറ്റിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് എവിടെയും പോവാം. ബഡ്സ് കോടതിയിൽ കേസ് കിടക്കുന്ന സമയത്ത് ഒരു കേസ് ഹൈക്കോടതിയിലും ഇട്ട് അവിടെ നിന്ന് ഒന്നെടുത്തിട്ട് സുപ്രീം കോടതിയിലിട്ട ടീമാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയിൽ പോകണം എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തു അത് ജഡ്ജിക്ക് വളരെ മോശമായിട്ട് അത് ഫീൽ ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഞാൻ ഈ കേസ് എടുക്കുന്നില്ല, നിങ്ങൾ ബെഞ്ച് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ബെഞ്ചിലേക്ക് മാറ്റും. അങ്ങനെ ബെഞ്ച് മാറ്റാനൊന്നുമില്ല. ഇത് ആകെ ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ. സെഷൻ കോടതിക്ക് ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു തീട്ട കേസ് കൊണ്ട് അയാളെ ജഡ്ജി സ്ഥാനം രാജിവെച്ചിട്ടൊന്നും പോവില്ല. അപ്പോൾ ബെഞ്ചിലെ ജഡ്ജി ലീവായത് കൊണ്ട് അത് സത്യമാണ്. മറ്റൊരു ബെഞ്ചിൻ്റെ കാര്യം കൂടി ഈ ജഡ്ജി നോക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഒന്നും പറയാതെ മാറ്റിവെക്കുന്നത്. സാധാരണ നമ്മുടെ കേസ് തീർന്നു കഴിഞ്ഞാൽ കോടതി തീരെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. 4, 9, 12, ഇപ്പോൾ 17 ഈ ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ അതുമായിരിക്കാം. ശരിയാണ്, ഒരുപാട് കേസുകളുണ്ട്. ജഡ്ജ്മെന്റിനായിട്ട് വന്നിരിക്കുന്ന കേസുകളും ഒരുപാട് കേസുകൾ ഉള്ള ഒരു കോടതി തന്നെയാണ് ഈ കോടതി.
അത് തന്നെയാണ് ഇതിൻ്റെ ഡിലേ ആവാനുള്ള കാരണവും കേസുകളാണ്. അല്ലാതെ എന്തോ ഇൻഡാസ് അവിടെ നിന്ന് കിട്ടണം എന്ന് പറയുന്നതൊക്കെ വെറും സാങ്കേതികത്വം മാത്രമാണ്. 100% ഹൈറിച്ചിന് പോസിറ്റീവായി വിധി വരാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. എതിരാളികൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല വീഡിയോകളും ചെയ്യും. ഞാനായിരിക്കും, ഞാനല്ലേ വീഡിയോ ചെയ്യുന്നുള്ളൂ. അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട. നമുക്ക് എന്താണ് എടുക്കേണ്ട? വിധി വന്നതിന് ശേഷം നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. അതെന്തിനാണ്? അതിലാണ് പ്രശ്നം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി കാലം പൊളിച്ചല്ലോ നിങ്ങൾ, അല്ലേ? വിധി വന്നതിന് ശേഷം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് എന്താണ്? വിധി വന്നതിന് ശേഷം, നെഗറ്റീവ് വിധി വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടതെന്നുള്ള രീതിയിൽ തീരുമാനിക്കാം. എന്തായാലും ലീഡർമാരൊക്കെ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഇവർക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന് എനിക്ക് മെസ്സേജ് ഇട്ടത് ഇങ്ങനെയാണ്: എന്തെങ്കിലും ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടി എടുക്കാമായിരുന്നു. നീ പറയുന്നത് പോലെ FIR ഇടണമെങ്കിൽ FIR, നമുക്ക് നമ്മുടെ പണമാണ് വലുത് എന്നാണ് ഇപ്പോൾ ഇവന്മാരൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് ഒരു 12 മാസമായിട്ട് പറഞ്ഞു വരുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെസ്സേജ്, കാഞ്ഞങ്ങാട് 3 FIRകളും കൂടി വരുന്നു എന്നുള്ളതാണ്. നിലവിൽ 10ഓളം FIRകൾ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ നിലവിലുണ്ട്. ഇപ്പോൾ 3 FIR കൂടി, അത് അവർ കോടതി വഴി മൂവ് ചെയ്തതാണ്. അങ്ങനെയാണ് കോടതി നിർദ്ദേശം കൊടുത്തത്, FIR ഇടൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ FIR ഇട്ടവരാണ്, ഒരുപാട് ആൾക്കാർ വെറും പരാതി കൊടുത്തവരാണ്. ഈ കോടതിയുടെ മുമ്പാകെ പോകുമ്പോൾ FIR ഇട്ടവർക്ക് മുൻതൂക്കം കിട്ടും എന്നുള്ളതാണ്. FIR ഇട്ടവർക്ക് പോലീസിൻ്റെ റിപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. അവർക്ക് വേറെ പ്രത്യേകം അതത് കോടതികളിൽ റിപ്പോർട്ട് ഒരുപാട് ആൾക്കാരുടെ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ FIR ഇടണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിലൊക്കെ ഹൈക്കോടതി പറഞ്ഞതാണ്. ഓരോ ക്ലെയിമിനും ഓരോ FIR നിർബന്ധമാണെന്ന് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിലെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാതെ നമുക്ക് ഓരോ FIRനും 4 ലക്ഷം വേറെ ഒന്നും പറയുന്നില്ല. ഇനി അത് ഒരു ചീത്ത വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മുറിച്ചെടുത്ത് ആൾക്കാരെ ഷെയർ ചെയ്ത് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. എന്തായാലും 4 ലക്ഷം പോയിട്ട് 4 അണ നമുക്കൊന്നും ഇതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ 4 ലക്ഷമോ 10 ലക്ഷമോ, അല്ലെങ്കിൽ ശ്രീനാഥ് പ്രതാപൻ പറഞ്ഞതുപോലെ ദുബായിൽ നിന്ന് അറബി നമുക്ക് പൈസ തരുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് തരുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ വിവരം എത്രയുണ്ട് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ പറയുന്നില്ല. ബൈ.